വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ, അതായത് വെറും 5-10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എന്ന് വിചാരിച്ച് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്നുമല്ല. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ ദോശയും പത്തിരിയും ഒക്കെ പോലെ തന്നെയുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് അരി കുതിർക്കുക, അരയ്ക്കുക, കാത്തു നിൽക്കുക ഒന്നും വേണ്ട. ഇൻസ്റ്റൻ്റ് ആയിട്ട് വെറും 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുവറാണ് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കും. കാരണം നമുക്കൊക്കെ സമയമില്ലാത്ത നേരങ്ങളിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അക്കാര്യം ആരും മറക്കരുത് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഒരൊറ്റ ചേരുവയാണ് കാര്യമായിട്ട് വേണ്ടത്. വേറെ ഒന്നുമല്ല, പത്തിരിപ്പൊടിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടിയാണ്. ഏതൊരു പത്തിരിപ്പൊടി നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പച്ചരിയുടെ പൊടിയാവണം, ചോറ്റരിയുടെ പൊടി, അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരിയുടെ പൊടി എടുക്കരുത്. പച്ചരിയുടെ പൊടി മാത്രമേ ഇതിനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു കപ്പിൽ നമ്മുടെ പത്തിരീൻ്റെ പൊടി മെഷർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിലോ എന്തിൽ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. വെറും പച്ച വെള്ളത്തിലാണ് നമ്മളിത് കലക്കുന്നത്. ചൂടുവെള്ളമാക്കിയ പൊടി വാട്ടി ഒന്നും വേണ്ട, വെറും പച്ച വെള്ളത്തിലാണ് കലക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു പൊടിക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 2.5 കപ്പ് വെള്ളം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതൊരു പാത്രത്തിലും അളന്നിട്ടെടുക്കാം. അപ്പോൾ ഗ്ലാസ്സിൽ എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പൊടി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം. അതാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ബ്രാൻഡിൻ്റെ പൊടിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് ബ്രാൻഡ് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ ഒന്ന് ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ചൊരു കൊഴുപ്പായിട്ടാണ് നമ്മുടെ മാവുള്ളത്. അങ്ങനെ കൊഴുപ്പായിട്ടല്ല, നമുക്ക് കുറച്ച് വെള്ളം പോലെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടെ ഒഴിച്ചു. അപ്പോൾ മൊത്തം 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് വാട്ടറി ആയിട്ടുള്ള മാവാണുള്ളത്. ഈ ഒരു പാകത്തിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവാനായിട്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി വെള്ളം കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ടിട്ട് കലക്കിയാൽ മതി. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒരു ഫ്രൈ പാനാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാന് തന്നെ വേണം. പിന്നെ കോട്ടിങ് പോയതൊന്നും ഉപയോഗിക്കരുത്, അടി പിടിക്കുന്നതൊന്നും യൂസ് ചെയ്യരുത്. ഇതുപോലുള്ളൊരു ഫ്രൈ പാന് നന്നായിട്ട് നടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഒരു ടിഷ്യൂലോ ഒരു ടവലിൽ എന്തെങ്കിലും കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് എടുക്കുക. മാവ് ഓരോ തവണ നിങ്ങൾ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കലക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇത് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്ക് തന്നെ വെള്ളം മുകളിലും അതുപോലെ തന്നെ നമ്മുടെ പത്തിരിപ്പൊടിൻ്റെ ഭാഗമൊക്കെ താഴെ ആയിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ വെള്ളം മാത്രമാണ് കോരി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ ശരിയാവില്ല. അപ്പോൾ നന്നായിട്ട് കലക്കിയിട്ട് വേണം കോരി ഒഴിക്കാനായിട്ട്. ഓരോ തവണ എടുക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ മാവ് കോരി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എന്നിട്ട് എവിടെയൊക്കെയാണോ ഫില്ലാവാത്തുള്ളത്, വലിയ ഹോള് കാണുന്നത്, അവിടെ കുറച്ചും കൂടി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. എന്നിട്ട് നിങ്ങൾ ഇത് ഒരു ലോ ഫ്ലെയിമിൽ 30 സെക്കൻഡ് കുക്ക് ചെയ്യുക. 30 സെക്കൻഡ് മാത്രം മതി. ഒരുപാട് സമയമൊന്നും നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് തുറന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ചട്ടുക ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ വശവും കുക്കായിട്ട് കിട്ടും. അതിങ്ങനെ എവിടെയും പറ്റി പിടിക്കുകയൊന്നുമില്ല. ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു 10-15 സെക്കൻഡ് മാത്രമേ ഇത് കുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതൊരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാൻ പാനോട് കൂടി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മറിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെയും എടുക്കാം, ചട്ടവും കൊണ്ടും എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതാ കണ്ടല്ലോ, നമ്മുടെ നീർദോശ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി മാവ് കൊണ്ട് നീർദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം. പിന്നെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഓരോ തവണ എടുക്കുമ്പോഴും മാവ് ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ അടച്ചും വെക്കണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ ഡ്രൈ ആയി പോവും. അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചട്ടകം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്ടകം കൊണ്ട് എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാ ചിലർക്ക് സംശയം ഉണ്ടാവും ഇത് ഒട്ടിപ്പിടിക്കുമോ എന്നൊക്കെ. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അങ്ങനെ പറ്റലൊന്നും ഉണ്ടാവില്ല.
നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് സെർവ് ചെയ്യുക. ഒന്നെങ്കിൽ ഇതുപോലെ റോളാക്കി വെച്ചിട്ട് സെർവ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ 4ആയിട്ട് മടക്കിയിട്ട് സെർവ് ചെയ്യുക. ഞാനെപ്പോഴും 4ആയിട്ടാണ് മടക്കൽ, കാരണം നമുക്ക് രാവിലെ സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ 4ആയിട്ട് മടക്കിയിട്ടാണ് സെർവ് ചെയ്യുക. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചുട്ട് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് അടുത്ത ദോശ ചൂടുക. ആ ഒരു സമയത്തേക്ക് നമ്മൾ ചുട്ട് വെച്ച ആ ഒരു ദോശയില്ലേ, അത് ചൂട് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെ 4ആയിട്ട് മടക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദോശ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഞാൻ എന്താ ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഏത് കറീൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം. വെജിറ്റബിൾ കറിയോ മുട്ടക്കറിയോ മീറ്റിൻ്റെ കറിയോ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.